കപ്പ നടുന്ന സ്ഥലമാണ്. ഈ ഇന്ന് വീട്ടിൽ പശു കൃഷിയുള്ള സമയമാണ്. ഞാനും അച്ഛനും കൂടി ഈ കപ്പ പറിച്ചു കഴിഞ്ഞ് കപ്പയുടെ തണ്ടെല്ലാം കൂടെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കളഞ്ഞു. ഈ കപ്പയുടെ തണ്ട് പെറുക്കിയെടുത്ത് വണ്ടിയിലാക്കി കൊണ്ടുപോയി ഇതറിഞ്ഞ് പശുവിന് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അങ്ങനെയാണ് ഈ ക്യാമ്പസിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഇട സമയത്ത് കാണാൻ, കാരണം ഇപ്പം നമ്മുടെ നിങ്ങൾ പല ഭാഗത്തുള്ള ആൾക്കാരായിരിക്കും. അടിവാരം കരിക്കുളം റൂട്ടിൽ പോകുമ്പോൾ വളരെ മനോഹരമായിട്ട് താഴെ ഇങ്ങനെ കാണാം. കുറച്ച് ഒരു സൈഡിൽ പൈനാപ്പിൾ തോട്ടവും നമ്മുടെ കോളേജ് കെട്ടിടം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഇനി കോളേജുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഇതിന്റെ പണി നടക്കുന്ന കാലത്ത് മറ്റൊന്ന് ഇതിന്റെ ലൈസൻസ് ഓഫീസറായിട്ട് അന്ന് അപ്പോയിന്റായിരുന്നത് എന്റെ അമ്മയായിരുന്നു, വിടർമ്മ. പിന്നെ ഞാൻ ഇവിടെ കൂടുതൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ടതില്ലാത്തതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഈ കോളേജ് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. കാരണം ഞാനൊരു പിഞ്ഞാറുകാരൻ പറയുന്നത്, ഞാൻ IRS ഓഫീസർ ആ ഒരു കപ്പാസിറ്റിയിലല്ല സംസാരിക്കുന്നത്. ഞാൻ പരികുളം ഈ അയൽപക്കത്തുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയാണ്. കാരണം ഇതൊരു ഗ്രാമപ്രദേശമാണല്ലോ. പക്ഷെ ഇന്ന് ഏറ്റവും വലിയ ഒരു സന്തോഷം പൂഞ്ഞാരനാഥ് എന്നുള്ള നിലയിൽ എന്റെ സന്തോഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കള് ഇവിടെ ഈ പൂഞ്ഞാറിലെ ഈ കോളേജിന്റെ ഉള്ളിൽ ഈ ക്യാമ്പസിൽ പഠിച്ച് പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഈ നാട് എന്ന് പറയുന്നത് അടുത്ത് വാഗമൺ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഒഴിച്ചാൽ വലിയ പ്രാധാന്യമൊന്നും കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലത്തിനില്ല. പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങളോ വരുമ്പോഴാണ് ഒരു നാടിന് പുരോഗതി വരുന്നത്. ആ നിലയ്ക്ക് പൂഞ്ഞാറിനെ സംബന്ധിച്ച് വലിയ സന്തോഷവും പ്രതീക്ഷയും ഉള്ള ഒരു സ്ഥാപനമാണ്. ഇട സമയത്ത് കോവിഡിനൊക്കെ ശേഷം ഞാൻ ഇങ്ങനെ പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങളെ കേട്ടിട്ടുള്ളൂ. കോവിഡിനൊക്കെ ശേഷം കുറച്ച് നാളത്തേക്ക് ഇതൊരു ഇതിലേക്ക് പിന്നെ അധികം ഒന്നും കേൾക്കാനുള്ളത്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ ഈ കോളേജിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും ഇപ്പം ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ആരാണ്, ഞാൻ സാറിനെയും ഇപ്പൊ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതല്ലാതെ എനിക്ക് അദ്ദേഹത്തിനെയും അറിയില്ല. പൂഞ്ഞാരൻ എന്നുള്ള നിലയിൽ വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഈ കോളേജിനെ റിവൈവ് ചെയ്ത് അറിയുന്ന ഒരു സ്ഥാപനമായിട്ട് ഇപ്പൊ വീണ്ടും പല സ്ഥലത്തും ചെല്ലുമ്പോൾ പൂഞ്ഞാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഏതോ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് ചില വ്യക്തികളുടെ പേരിലോ അവിടെയുള്ള സ്ഥാപനങ്ങളുടെ പേരിലോ ഒക്കെ ആയിരിക്കും. ആ നിലയ്ക്ക് ഈ കോളേജ് വളർന്ന് വലിയ ഒരു സംരംഭമായി മാറണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഈ നാട്ടുകാരൻ എന്നുള്ളത്. ആ നിലയ്ക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന അല്ലെങ്കിൽ ഇതിലൊരു ക്ഷണം ലഭിച്ചുകൊണ്ട് വന്നെന്നുള്ളത് എനിക്ക് വ്യക്തിപരമായ ഒരു ചാരിതാർത്ഥ്യം കൊണ്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാര് നേരത്തെ MP സൂചിപ്പിച്ചതുപോലെ ക്രിയേറ്റേഴ്സ് ആയിട്ട് നാളത്തെ ഈ ഒരു എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ് ശരിക്കും സൃഷ്ടികർത്താക്കൾ. അപ്പം സൃഷ്ടികർമ്മത്തിലേക്ക് പോകുന്ന ആൾക്കാരായിട്ട് ഈ പൂഞ്ഞാറിൽ നിന്ന് ഇവിടെ ഒരു വിദ്യാലയത്തിൽ നിന്ന് പല ഭാഗത്തേക്ക് കേരളത്തിന്റെ പല ഭാഗത്തേക്കാണ് നിങ്ങൾ എത്തിപ്പെടുന്ന ലോകത്തിന്റെ പല ഭാഗത്തേക്കാണ് അങ്ങനെ പോകുന്നല്ലോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ തൊട്ടടുത്ത് സാധാരണ കൃഷി കുടുംബത്തിൽ നിന്ന് വന്നുള്ള ആളെന്നുള്ള നിലയിൽ ഇപ്പം എന്റെ ഫിസിക്കലി നിന്ന് നോക്കണ്ട തടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ സാധാരണ പഴയങ്ങി കപ്പയൊക്കെ തിന്ന് പുല്ലും ചെത്തി ഇതിലൂടെ നടന്നതാണ്. അത് കഴിഞ്ഞ് പല സെന്റ് തോമസ് കോളേജിൽ പഠനമൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് സിവിൽ സർവീസ് പോലുള്ള മേഖലയിലേക്ക്. ഈ എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ എനിക്ക് ഇച്ചിരി അസൂയുള്ള കൂട്ടമാണ്. കാരണം എനിക്ക് സയൻസ് കിട്ടിയില്ല, എനിക്ക് കൊമേഴ്സേ കിട്ടുള്ളൂ. കാരണം 10ാം ക്ലാസ് മാർക്ക് കുറവായിരുന്നു. കയ്യിൽ പോണ്ട മാർക്ക് സെക്കൻഡ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് എനിക്ക് സയൻസ് തരാത്തത് കൊണ്ട് ഞാൻ കൊമേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓപ്ഷൻ. ഞാൻ നവോദയ സ്കൂളിലാണ് പഠിച്ചത് 12ാം ക്ലാസ് വരെ. ഇവിടെ നവോദയ ആരെങ്കിലും നവോദയ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട്. +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്ത് അവസാന സമയത്തൊക്കെയാണ് BCom ആണ്. +2 കൊമേഴ്സ് എടുത്തു, BCom പോയി.
ഞാൻ നേരത്തെ പറഞ്ഞ സയൻസ് ആയിരുന്നു. അപ്പൊ എൻ്റെ ഒപ്പം +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവരൊക്കെ പല ഗവൺമെന്റിൽ വന്ന് കോച്ചിങ് കാര്യങ്ങളൊക്കെ അവര് മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി, കുറച്ചുപേര് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയി. നമ്മൾ ബികോം പണ്ട് മോഹൻലാലിന്റെ സിനിമയിൽ ബികോം ഫസ്റ്റ് ക്ലാസ് കേട്ടിട്ടുള്ളതല്ലാണ്ട് ഈ ബികോം എടുത്തിട്ട് എന്ത് ഭാവിയിലേക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഗ്രാജുവേഷന്റെ അവസാന വർഷങ്ങളിൽ എത്തി നിൽക്കുമ്പോഴാണ് ശരിക്കും ഫ്യൂച്ചർ എന്തെങ്കിലും സെറ്റ് ആക്കണം എന്നൊക്കെ ചിന്തിച്ചത്. കാരണം എൻ്റെ ഡ്യൂട്ടി മുഖ്യ പ്രഭാഷണം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദീർഘമായിട്ട് പറയുന്നത്. സമയം എഴുതിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ മുഖത്തെ വികാരം വരുന്നതനുസരിച്ച് ഞാൻ ശ്രദ്ധിക്കണം. അപ്പം ഈ അവസാന വർഷങ്ങളിൽ എത്തി നിൽക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് എടുത്തോണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഇനി ഫ്യൂച്ചർ എന്താണെന്ന് ചിന്തിച്ചെടുക്കുന്നതാണ് ശരിക്കും. പിന്നെ സിവിൽ സർവീസിലേക്ക് വന്ന് 4.5 വർഷം എടുത്ത് ഞാനത് ക്ലിയർ ചെയ്യാൻ. അതിനിടയ്ക്ക് പല മുത്തോലി പഞ്ചായത്തിലെ LD ക്ലർക്കായിട്ട് ജോലി ചെയ്തു. പിന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി ഇത്യാദി തസ്തികകളിലേക്കൊക്കെ ലിസ്റ്റിലൊക്കെ പേര് വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തത്. പാലയിൽ നിന്നുള്ള പഠനമുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാനുള്ള കാരണം ഞാൻ എന്റെ കഥ പറഞ്ഞത് മാത്രമല്ല, ഇപ്പൊ ഈ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾ ഓരോരുത്തരും, ഞാനിതിപ്പോ നിങ്ങളോട് പറയുന്നത് വെറുതെ ഇവിടെ വിളിച്ചതല്ലേ, ഒരു പ്രസംഗം പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് പറയുന്നതല്ല. ഞാൻ എന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് കുറവിനെ പറ്റി ഗ്രാജുവേഷൻ ചെയ്ത് അവസാനിപ്പിച്ചപ്പോഴും ഭാവിയെ കുറിച്ച് യാതൊരു ദൃഷ്ടാന്തവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചാൽ നിങ്ങളിൽ പലരും എന്റെ അവസ്ഥയിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. സ്വാഭാവികം. നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഈ പഠിക്കുന്ന കാലത്ത് എന്നെ സംബന്ധിച്ച് 10ൽ മാർക്ക് കുറഞ്ഞു പോയത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. 11 തോറ്റിട്ടുണ്ട്. കാരണം ആ ഒരു ഏജില് നമ്മൾ എന്നാന്ന് വെച്ചാൽ പുറകു വയസ്സിരുന്ന് വല്ല വെളുപ്പൊക്കെ പറയാൻ പെൺപിള്ളേർ ഇരിക്കുന്നുണ്ടോ നോക്കുക, പെൺപിള്ളേർ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും അതൊക്കെ സ്വപ്നം കണ്ട് കിടന്നു നോക്കണം. ഈ പ്രായത്തിൽ അങ്ങനെയാണ്. അങ്ങനെ ഇല്ലെങ്കിൽ ഡോക്ടറെ കാണണം. കാരണം അതെന്തോ പ്രശ്നമുണ്ട്. പിന്നെ ആ പ്രായത്തിൽ ചെയ്യാനുള്ളത് ആ പ്രായത്തിൽ തന്നെ ചെയ്യണം. അത് 70 വയസ്സിൽ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പൊ അത് ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. ഞാനിത് പേരൻസിനെ കൂടെ കൊണ്ട് ഇരുത്തിക്കൊണ്ട് പറയുന്നത്, ടീച്ചേഴ്സിനെ കൂടെ ഇരുത്തിക്കൊണ്ട് പറയുന്നത്, ഞാൻ ഇന്ന് ഒരു മധ്യവയസ്കനാണ്. 40 വയസ്സെത്തി മക്കളുടെ അച്ഛനാണ്. ഞാൻ ഇവിടെ ഒരു അച്ഛൻ്റെ മകനുമാണ്. അപ്പൊ ഞാൻ ആഴ്ചയിൽ ഗോവയിലാണ് പോസ്റ്റ് ചെയ്യും. ആഴ്ച വണ്ടി കയറി വരും. വണ്ടിക്ക് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ വരാൻ പറ്റുള്ളൂ. ഇത് 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ സുഖമുള്ള കാര്യമൊന്നുമല്ല, ഉറപ്പൊന്നും കിട്ടുകയില്ല. ഞാൻ ഇന്നലെ 12:30 ആയപ്പോൾ വന്നു. രാവിലെ 7:30 ആയപ്പോൾ വീണ്ടും അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് വന്നത് പൂനാറിലെ പ്രിൻസിപ്പാൾ, എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളുമായിട്ട് വിളിച്ചിട്ട് മാത്രമാണ് ഞാൻ ഓണം പറയുന്നത്. എന്റെ അച്ഛനെ അമ്മയെ കാണാനും പിന്നെ ഈ ജോർജ് ചേട്ടനെ പോലുള്ള കുറേയധികം സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവരെയൊക്കെ കാണാനാണ്. അപ്പൊ ആഴ്ച ഒരു ദിവസം ഇവിടെ വന്ന് പോയെങ്കിൽ ബാക്കി 6 ദിവസമോ 5 ദിവസമോ, അത് ഞാൻ നേരത്തെ ബോംബെയിലായിരുന്നപ്പോഴും ഇപ്പൊ ഗോവയിലായിരിക്കുമ്പോഴും ഒക്കെ ആഴ്ച ഒരു ദിവസം ഇവിടെ വന്ന് പോയാൽ നമുക്ക് ആ ഒരു തൃപ്തി വരുള്ളൂ. അപ്പൊ ഇപ്പോഴും ആ ഒരു കണക്ഷനും ഇതൊക്കെ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ ഇത് ഞാൻ ആ ജേണിയിൽ നിങ്ങളെ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞത്, ഈ ഒരു ടൈമില് നമ്മളെ എല്ലാം സംബന്ധിച്ചിടത്തോളം ആ ഒരു ഏജിൽ ഇപ്പൊ ഞാൻ എന്റെ ഈ ലൈഫിൽ ഈ സമയത്ത് തിരിച്ച് ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഞാനിവിടെ പഠിച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന സജിതേജിക്കും ജോർജ് ചേട്ടനൊന്നും എന്നെ കാര്യമായിട്ട് അറിയത്തേ ഇല്ല. അവർക്കാരും അറിയാവുന്ന മിനർവ മോഹന്റെ മകൻ എന്നുള്ള ഒരു ലേബിളിൽ മാത്രമായിരുന്നു. ഒരുപക്ഷെ ജോർജ് ചേട്ടന് പല വ്യക്തിപരമായ പരാതികൾ പോലും ഉണ്ടായിരുന്നു എന്നെ കുറിച്ച്. അപ്പൊ അത് ഇപ്പം എന്നെ സംബന്ധിച്ച് ആഴ്ച വരാൻ കഴിയുന്നതും ഇവരോടൊപ്പം ഇരിക്കാൻ കഴിയുന്നതും, ഒരുപക്ഷെ ഇവര് ഞാനിപ്പോ ഇത് പറയുമ്പോൾ പോലും അവര് വന്ന് ചിരിച്ച് എന്നോടൊപ്പം ആസ്വദിക്കുന്നതും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് തോറ്റതും എന്റെ 10ലെ മാർക്ക് കുറഞ്ഞതും പശുത്തൊഴുത്തിൽ നിന്ന് ചാണകം വരിയുടെ കഥയൊക്കെ പറയുന്നതും അതും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്ന് കേൾക്കും. ഒരു ചാണകം വരിയിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു സക്സസ് ഉണ്ട് എന്ന് ഈ സമൂഹം എവിടെയോ അംഗീകരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. സക്സസിന്റെ ഡെഫിനേഷൻ എല്ലാവരെയും സംബന്ധിച്ച് ഡിഫറെന്റ് ആണ്. ഞാൻ വല്ലാതെ തൂക്കി മോളിൽ കൊണ്ടുപോകാന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എവിടെയെങ്കിലും ലൈഫിൽ കുറച്ച് കഴിയും. അതുകൊണ്ടാണ് പ്രിൻസിപ്പാൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹവും പറഞ്ഞത്. അത് വളരെ കൃത്യമാണ്. ഈ ഇരിക്കുന്നവരിൽ നാളെ ഈ വേദിയിലേക്ക് എത്തേണ്ടവർ ഒരുപാട് പേരുണ്ട്.
അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങെന്ന പേരിൽ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഓരോരുത്തരെയും അദ്ദേഹം, അത് ഞാൻ ശ്രദ്ധിച്ചു. ഈ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു പ്ലാൻ എനിക്ക് അദ്ദേഹം ഷെയർ ചെയ്ത് തന്നപ്പോഴേ ഞാനത് ശ്രദ്ധിച്ചു. വളരെ അളന്നു നോക്കിയാണ്. സോ he proved he is a very able coordinator. ഇവിടുത്തെ നിങ്ങളുടെ പ്രിൻസിപ്പൽ, പക്ഷെ നിങ്ങളുടെ ഏറ്റവും ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ ഞാനിപ്പോ ബോംബെയിലായിരിക്കുമ്പോഴും ഇപ്പൊ കൊച്ചിയിലായിരിക്കുമ്പോഴും ഒക്കെ വളരെ പേരെടുത്ത ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇത്തരം ചടങ്ങുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വരുന്നത് പ്രിഫർ ചെയ്യുന്നത് എന്റെ നാട്ടിലെ ഒരു സ്ഥാപനമാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അത് എന്റെ വൈകാരികമായ അടുപ്പമാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരുപക്ഷെ കണ്ടെത്തി, ഇപ്പം അദ്ദേഹം മാധവി മാഡത്തിനെ പോലുള്ള ഇവിടുത്തെ മുതിർന്ന ജനപ്രതിനിധികളായ MP, MLA ഉൾപ്പെടെയുള്ള IHRD ഡയറക്ടർ ഉൾപ്പെടെയുള്ള, ഇതൊക്കെ പറയാൻ കാര്യം ഇതൊരു പൊസിഷനിൽ എത്തിക്കൊണ്ട് മാത്രമല്ല അത് സാധിക്കുന്നത്. MP ശ്രീ KM നാരായണനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉദാഹരിച്ച് നമ്മളോട് പറഞ്ഞു. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ലണ്ടനിൽ പോയി എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടി. അതിപ്പം നേടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ പോരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കത്ത് ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രൊഫസർ, എഴുത്തുകാരനും കൂടെ ആയിട്ടുള്ള അദ്ദേഹത്തിന് ആ കത്ത് ഏൽപ്പിച്ചു. ഇതിലൂടെ കൊണ്ടുപോയി പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനം. അതായത് ഒരു നെറ്റ്വർക്ക് ബിൽഡിങ്ങിന്റെ റിസൾട്ടും കൂടെയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറിയത് എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ അവിടെ ക്ലിയർ ആയിട്ട് വന്നു. പക്ഷെ പ്രിൻസിപ്പാൾ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞു കണ്ടുപിടിച്ചത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒരു വൈബ്രന്റ് പേഴ്സണാലിറ്റിയും കൂടെ ഉള്ളതുകൊണ്ടാണ്. വെറുതെ ഒരു പുസ്തകപ്പുഴമായിട്ട് സാധാരണ ഒരു പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്യൂട്ടറായിട്ടോ ഇരുന്നാൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനും അതിന് ഉതകുന്ന രീതിയിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ റോൾ മോഡൽ പോലെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന വ്യക്തിത്വങ്ങളെ ഒരുപക്ഷെ കൊണ്ടുവന്ന് തരിക എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ജനപ്രതിനിധികളുണ്ട്. ഈ നിങ്ങളുടെ ഏരിയയിൽ തന്നെ എക്സലൻസ് നേടിയ മാധുരി മാഡത്തിനെ പോലുള്ള ആൾക്കാരുണ്ട്. നാട്ടുകാരെന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ, പ്രസിഡന്റ് ഉൾപ്പെടെ, മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഇവിടുത്തെ PGIയുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ട്, നിങ്ങളുടെ യൂണിയൻ റെപ്രസെന്റേറ്റീവ് ഉണ്ട്, സ്റ്റുഡൻസ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്. അപ്പം എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്പം ഈ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, നമ്മളുടെ സക്സസ്, ഇതൊക്കെ കണക്ട് ചെയ്താണ് നമ്മൾ വരുന്ന സർക്കിൾ വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് രാജ്യത്തിന്റെ പുറത്ത് ഗവൺമെന്റിന്റെ കോഴ്സിന്റെ ഭാഗമായി പല സ്ഥലങ്ങൾ കാണാനും പലതും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ കൊണ്ട് ഞാൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ റിലയൻസിന്റെ ഉൾപ്പെടെ ഫയലുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഏതോ ഒരു മേഖലയിലാണ് ഏറ്റവും മികച്ചു നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ആ സർക്കിളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നത് നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പഴയ കഥയൊക്കെ പറയുന്നതും ചിരിക്കുന്നതും ഒക്കെ ഒരു സക്സസിന്റെ പ്ലാറ്റ്ഫോം ഇപ്പൊ ഉള്ളതുകൊണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ഞാൻ 40 എത്തി. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്റെ പകുതി ദൂരത്താണ്. ഞാൻ ഈ ഏജിൽ എന്തായിരുന്നു എന്ന് എനിക്ക് വളരെ ക്ലിയറായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ വരെ ചെയ്തതോ നിങ്ങളുടെ ഇന്നലെ വരെയുള്ള പെർഫോമൻസോ ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നല്ലതാണെങ്കിൽ അത് ഇനിയും നല്ലതാക്കുക. അഥവാ മോശമാണ് എങ്കിലും അത് നിങ്ങൾക്കൊരു കുറവായിട്ടേ കാണരുത്. നമ്മൾ ഇതാണ് ഒരു ക്രൂഷ്യൽ ടൈം. ഇവിടെ നിന്ന് മുമ്പോട്ട് സെറ്റ് ആയിട്ടുള്ള എന്താണോ നിങ്ങളുടെ ഇഷ്ടം, എന്താണോ നിങ്ങളുടെ താല്പര്യം, എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പല ഇഷ്ടങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുഗാട്ടി വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ഫെറാരി വാങ്ങിക്കണമെന്നോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെ സ്വന്തമാക്കണമെന്നോ എന്തുവാണ്. പക്ഷെ അത് എന്താണെങ്കിലും ഈ പറഞ്ഞ സാധനത്തിന് മാത്രം അറിഞ്ഞിരിക്കുന്നത് വേറെ കാര്യം. നമ്മൾ അതിനനുസരിച്ച് യോഗ്യനാണ് എന്നുള്ള പൂർണ്ണമായ ബോധം ഉണ്ടെങ്കിൽ അതിന് പോകാവുള്ളൂ. അപ്പൊ അത് ആദ്യം സെറ്റാക്കുക. ഇപ്പം ഈ ഇതൊരു കറക്റ്റ് സമയമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിറങ്ങുക. ഒരു 3-4 വർഷം മെനക്കെടുക. ആ ഒരു 3-4 വർഷത്തിൽ ലൈഫ് സെറ്റാവും. എങ്ങനെയാണല്ലോ സെറ്റാവും? നിങ്ങളൊരു 25 വയസ്സിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി സെറ്റാവും. പക്ഷെ നമ്മൾ എവിടെ സെറ്റാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു ജോലിയും മോശമല്ല, എങ്കിലും നമുക്ക് ഓട്ടോക്കാരനാവാം, തയ്യൽക്കാരനാവാം,
എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, മന്ത്രി ആവാം, കമ്മീഷണർ ആവാം, കളക്ടർ ആവാം. ഇപ്പോഴും നമുക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പേരൻസ് ഒരു പക്ഷേ നമ്മളോട് പലപ്പോഴും ഉപദേശിക്കുമ്പോൾ നമുക്ക് തന്തവൈബായിട്ട് ഫീൽ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് ചിലപ്പോൾ കുറച്ച് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ഞാൻ തന്തവൈബായി തുടങ്ങി, അതാണ് പ്രശ്നം. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് ഇപ്പം നിന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു ട്വന്റീസിന്റെ ബിഗിനിങ്ങിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് എല്ലാം കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മുടെ ലൈഫാണ്, അതിന് വേറെ ആർക്കും കൺട്രോളൊന്നുമില്ല. നമ്മുടെ സ്വന്തം ലൈഫാണ്. അതിന് രണ്ട് രീതിയിൽ ചിന്തിക്കാം. എന്റെ ലൈഫ് എന്റെ ഇഷ്ടം, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യും. നിങ്ങൾ ആരാ ചോദിക്കാം? അങ്ങനെയും ചോദിക്കാം. എന്റെ ലൈഫ് എന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാനും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും അതിനെ പാകപ്പെടുത്തി എടുക്കേണ്ടത് ഞാനാണ് എന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ ചിന്തിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പം ഒരു ഫൈനൽ ഗോൾ സെറ്റ് ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തോ അതിലേക്ക് പോകാൻ ഒരു മാർഗമായിട്ട് കണ്ടാൽ മതി ഒരു കരിയറിന്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പലതായിരിക്കാം. എന്താണല്ലോ നമുക്കൊരു ലൈഫ് ദൈവം തന്നിട്ട് കണ്ണും നമുക്ക് കാതും ഒക്കെ തന്നിരിക്കുന്ന ഈ ലോകം മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യാനും. ഒരു പൊട്ടക്കുളത്തില് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയാൽ തീർന്നു, കഴിഞ്ഞു. ഇങ്ങോട്ട് വിട്ടാണ് ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുക എന്തിനാ പോയെന്ന്. ഉണ്ണാനും പറഞ്ഞാലും ഉണ്ണിയെ ജനിപ്പിക്കാനും മാത്രമായിട്ട് അങ്ങോട്ട് പോയെന്ന് പറയേണ്ട രീതിയിൽ വരുന്നത്. അതാണ് അൾട്ടിമേറ്റ്ലി ലൈഫിന്റെ സക്സസ് എന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അതിപ്പം നിങ്ങളും സിവിൽ സർവീസ് എഴുതി ഇങ്ങനെയാണോ ഒന്നുമില്ല, അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ എഞ്ചിനീയർ ആണോ, ഏത് ഫീൽഡിൽ പോകുന്നു. നമ്മളോട് സിനിമ, നിങ്ങൾ 3 BHK എന്ന് പറഞ്ഞൊരു മൂവി, തമിഴ് മൂവി നിങ്ങൾ കണ്ടു ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് കാർത്തിക്കാണ്, കാർത്തിക്കിന്റെ റോള് ഒരു എഞ്ചിനീയർ. അപ്പം അച്ഛൻ പറയുന്ന ആ അച്ഛൻ ഒരു 3 BHK വാങ്ങിക്കണം എന്നുള്ളതാണ് ആ അച്ഛന്റെ. ശരത്കുമാറാണ് റോൾ ചെയ്തത്. അപ്പൊ ആ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട് വാങ്ങിക്കുക. ആ അച്ഛൻ ലൈഫിൽ മുഴുവൻ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദേവയാനിയാണ് ശരത്കുമാറിന്റെ വൈഫ്, അമ്മയുടെ വേഷം ചെയ്തിരിക്കുന്നത്. 2 മക്കള്, ഒരു പെൺകുട്ടിയും ഒരു മോനും. ഈ മോനില് പ്രതീക്ഷ അർപ്പിച്ച് ഈ മോനില് മൊത്തം പൈസയും ഇൻവെസ്റ്റ് ചെയ്യാൻ അച്ഛൻ. ആ വീട് വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന പൈസയും കൂടെ ആ മോന്റെ വിദ്യാഭ്യാസം ഇൻവെസ്റ്റ് ചെയ്യാം. ഒടുവിൽ അവൻ വിചാരിക്കുന്നതൊന്നും ആകാൻ സാധിക്കുന്നില്ല. അതിനകത്ത് ക്ലിയർ ആയിട്ട് ഒരു സാധനമുണ്ട്. ഇവന് ഇഷ്ടം മെക്കാനിക്കലായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കോളേജിന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞു ഇപ്പൊ IT-ക്കാണ് സ്കോപ്പ്, അതാണ് നല്ലത്. ഞാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചൊന്നും പറയാറില്ല. അങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് IT എന്താ മെക്കാനിക്കൽ എന്നോട് എനിക്ക് ഞാൻ എത്ര അറിയുള്ളൂ, അതിൽക്കുള്ള എനിക്ക് അറിയില്ല. ഉള്ള ഞാൻ പറഞ്ഞില്ല, എനിക്ക് സയൻസ് തന്നില്ല. അതുകൊണ്ട് കൂടുതൽ മറ്റേ പോളിടെക്നിക്ക് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് മോഹൻപോയ പറയത്തില്ല, മറ്റേ ഡ്രൈവിംഗ് ആശുപത്രി കിടക്കും, നമ്മളത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല. പക്ഷെ എന്നാലും ഇതിനകത്ത് ലാസ്റ്റ് ഈ കാർത്തികിനെ ഇഷ്ടമുള്ള രീതിയിലൊന്നും അല്ലെങ്കിൽ ശരത്കുമാർ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും സെറ്റാവാൻ പറ്റുന്നില്ല. ഒടുവിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുന്നു, ഈ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ പിന്നീട് ഒരു കറക്ഷൻ നടത്തുന്നതായിട്ടാണ് ആ മൂവി. ആളുകൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു, ഒന്നും ക്ലിയർ ആവുന്നില്ല. ഒടുവിൽ ടോട്ടൽ സ്ക്രാച്ചിൽ നിന്ന് പോയി നമ്മൾ തറ മുതൽ പണിയാന്ന് പറയുന്നത്. അങ്ങനെ ഒരു പണി കാർത്തിക് ചെയ്യുന്നതായിട്ടാണ് ആ മൂവിയിൽ കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് പെങ്ങളുടെ കല്യാണം വലിയ രീതിയിൽ നടത്തുന്നു. പക്ഷെ അതും പിന്നീട് പ്രശ്നങ്ങളുണ്ടായി, പെങ്ങൾ വീട്ടിൽ വന്നിരിക്കുന്നു. എന്നതൊക്കെ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളാണോ അതൊക്കെ. നമ്മൾ ഇത്ര നാളും വീട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു. ഇനി മുമ്പോട്ട് പോകുമ്പോൾ സ്വന്തം ജീവിതം, പെങ്ങളുടെ ജീവിതം, അച്ഛന്റെ അമ്മയുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മുടെ തലയിലേക്ക് വരാനുള്ള വർഷങ്ങളാണ് ഇനി ഉള്ളത്. അപ്പം ഞാനിത് പറയാൻ കാര്യം, നമ്മളെ എവിടെ പോയി ആങ്കർ ചെയ്യുന്നു, എവിടെ നങ്കൂരം ഇടുന്നു എന്നുള്ളത്, എവിടെയെങ്കിലും പോയി വീഴും, അത് ഉറപ്പാണ്. പക്ഷെ അത് അവിടെ പോയി വീണ അവിടെ സെറ്റായി പോകും. പിന്നെ നമ്മളൊരു കല്യാണം കഴിക്കും. പിന്നെ ആ ജീവിതത്തിൽ അങ്ങനെ നിരങ്ങി പോകും. അങ്ങനെ ആവണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഈ ഒരു 3-4 വർഷമാണ് ക്രൂഷ്യലാകുന്നത്. തീരുമാനിച്ചോളുക, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്യുക, അതിന് പറ്റിയ ഒരു കരിയർ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ളത് എന്തോ അത്. നിങ്ങളുടെ ലിമിറ്റേഷനുകൾ ഉണ്ടാവും, ഓരോ വ്യക്തിക്കും നിങ്ങളുടെ കേപ്പബിലിറ്റീസ് ഉണ്ടാവും, നിങ്ങളുടെ USPs ഉണ്ടാവും. എല്ലാ വ്യക്തിക്കും അവരുടേതായ USP ഉണ്ട്. നമുക്ക് മാത്രമുള്ള ചില കഴിവുകൾ ഉണ്ടാവും. എന്താണെങ്കിലും ഉണ്ടാവും. നീ നമുക്ക് പുറമേ നോക്കുമ്പോൾ പല കുറവുകൾ അങ്ങനെ തോന്നുന്ന പലരും ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ആരും കാണാത്ത എന്തെങ്കിലും ദൈവം കൊടുക്കുന്നുണ്ടാവും. അതിനെ കണ്ടെത്തുക. നിങ്ങൾ ഓരോരുത്തരുള്ള USP കണ്ടെത്തുക, പോളിഷ് ചെയ്യുക, കൂടുതൽ ഷാർപ്പൻഡായി 3-4 വർഷം കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കുക. ഈ 3-4 വർഷം ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമ്മൾ വേറെ ലെവലിൽ പോകും. അതല്ല, ഈ വർഷങ്ങളിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കെട്ടുകുതലുകള്, ചിലപ്പോൾ അവിടെ കിട്ടുന്ന വെള്ളവടികള്, അല്ലെങ്കിൽ കുറെ ട്രിപ്പുകൾ, ഇതിന്റെയൊക്കെ പേരിൽ നമ്മൾ, ഞാനിതൊക്കെ തുറന്നു പറയുകയാണ്, ഇതൊക്കെ നമ്മുടെ എല്ലാ ലൈഫിൽ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനിതൊന്നും മറച്ചു വെച്ചില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കും.
ഞാൻ ഈ മെലോഡി കമ്പനി പാർട്ടി എന്നൊക്കെ പറഞ്ഞത് പല രൂപത്തിലാണ്. ഈ സമയത്ത് ഇതെല്ലാം നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോയാൽ നമ്മുടെ ഫൈനൽസിൽ നമ്മൾ സെറ്റ് ആവില്ല. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കത്തണമെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഒരു ഗെറ്റുഗതർ വയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് കത്തും. അതിൽ നിങ്ങൾ ചിലരെങ്കിലും വരാൻ മടിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ചിലരെ തപ്പിയാണ്. അപ്പൊ അവര് വീണ്ടും വീണ്ടും ആളത്തിൽ ഒഴിക്കാൻ ശ്രമിക്കണം. അപകർഷത കാരണം വരികയാണ്. എന്തുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതല്ല, ഞാൻ അതാ ഞാൻ പറഞ്ഞു. ഞാനൊരു 40 എത്തുന്നെങ്കിൽ ഞാൻ ഇതിന്റെ പല രൂപങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ വെറുതെ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ട് പോകുന്നതുകൊണ്ട് എന്താ കാര്യം? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 10 വർഷം കഴിഞ്ഞ് ഗെറ്റുഗതർ വെക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എന്നുള്ളത് അന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ശരത് കുമാർ എന്ന് പറയുന്ന പേരന്റ് പോലെ നിങ്ങളുടെ പേരൻസിന് ചിലപ്പോൾ നിങ്ങളെ അതുപോലെ വലിയ ആഗ്രഹങ്ങൾ അവരുടെ ലൈഫിൽ എവിടെയൊക്കെ പൊഴിഞ്ഞു പോയത് നിങ്ങൾ കണ്ടതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവുക. നാളെ അതുപോലൊരു പേരന്റായി അടുത്ത തലമുറയിൽ നമ്മളും ഉണ്ടാകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഈ തലമുറയിലെങ്കിലും എന്നെ സംബന്ധിച്ച് എന്നോട് നിങ്ങൾ ചോദിക്കുക എവിടെയെങ്കിലും നിങ്ങൾക്ക് സക്സസ് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പെരുങ്ങളൊക്കെ സാധാരണ പശുകൃഷിയും ചായക്കടയായിട്ട് ഇരുന്ന എൻ്റെ അച്ഛനെയും ഈ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നിൽക്കുന്ന എൻ്റെ അമ്മയെയും അവരാഗ്രഹിച്ച പല സ്ഥലങ്ങളും കാണിച്ചതും എന്തിനാണ് അവരുടെ ആദ്യത്തെ വിമാനയാത്ര പോലും എൻ്റെ ജോലി കിട്ടിയതിനു ശേഷം ഞാനാണ് അവർക്ക് സാധിച്ചു കൊടുത്തത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റും സരിചേച്ചിയൊക്കെ ഉണ്ട്. ഈ നാട്ടില് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ എനിക്ക് ഇടപെടാൻ ഒരു ദൈവാനുഗ്രഹം കിട്ടാറുള്ളത് ചിലപ്പോൾ സാമ്പത്തിക സഹായമായിരിക്കാം, ചിലപ്പോൾ ചിലരുടെ ആശുപത്രി കേസായിരിക്കാം. ആ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞ് അത് ഇടപെട്ട് കിട്ടുന്ന നമ്മളത് കഴിഞ്ഞൊക്കെ പോകുമല്ലോ. പക്ഷെ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ വരിക പലപ്പോഴും പേരൻസിലേക്കാണ്. നമ്മൾ ചീത്ത ചെയ്താലും നല്ലത് ചെയ്താലും അവരിലേക്ക് തന്നെ പെട്ടെന്ന് വരും. അപ്പൊ നല്ലത് ചെയ്ത് അല്ലെങ്കിൽ നാട്ടുകാർ നല്ലത് പറഞ്ഞ് അവരുടെ കണ്ണിൽ കാണുന്ന ഒരു തിളക്കമാണ്. അതൊന്നും വേറെ MDMA LSD ഒന്നും അടിച്ച് കിട്ടത്തില്ല. അത് വേറെ ഒരു കിക്കാണ്. ആ കിക്ക് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആ സാഹചര്യത്തിൽ പോവില്ല. അത് മനുഷ്യ സഹജമാണ്. മാരുതിയിൽ സഞ്ചരിച്ച ഒരുത്തനെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് ഇന്നോവ ക്രിസ്റ്റയിൽ ഇരുത്തിയാൽ പിന്നെ മാരുതിയെ കയറുകയാണ് ഉണ്ടെങ്കിൽ അല്ല ഗതി കിടക്കണം. അപ്പം അത് ഹ്യൂമൻ സൈക്കോളജി. അപ്പം ഇത് ലൈഫിലും എടുത്തോളുക. നമ്മൾ അടുത്തതിലേക്ക് പോയാൽ നമ്മൾ ആ ലെവലിലേ പോകുള്ളൂ. കല്യാണം കഴിക്കുന്ന കാര്യം മാത്രമാണ് ചിന്തിച്ചേക്കുന്നത്. പിന്നെ ഒന്നിനെ അങ്ങ് കൊണ്ടുപോകണം, പിന്നെ മാറ്റിയെടുക്കാൻ വിചാരിച്ചേക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഇമ്പ്രൂവ്മെന്റ്, ഗ്രോത്ത്, ഇതിനെ കുറിച്ച് ചിന്തിക്കുക. ആ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ എത്തിയാലേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന പോലെയാണ്. ഇൻഫാക്ട് ഇത് ഓർബിറ്റിൽ എത്തിയാൽ പിന്നെ അത് ഏത് ലെവലിലേക്ക് പോകും, എത്തിയില്ലേ കടലിലും പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടൈം ശരിക്കും പറഞ്ഞാൽ റോക്കറ്റ് ലോഞ്ചിങ് പോലെയാണ്. അപ്പം 2-3 ബൂസ്റ്റർ റോക്കറ്റും പിടിപ്പിച്ച് ഡബിൾ എഞ്ചിനുമായിട്ട് അങ്ങ് പൊക്കോണ്ടാണെങ്കിൽ 4 കൊല്ലം ഈ സമയത്ത് ഡിസ്ട്രാക്ഷൻ പാടില്ല. നിങ്ങൾ ഏത് ഓർബിറ്റിലേക്കാണോ ടാർഗറ്റ് ചെയ്യുന്നത് പക്ക അതിൽ പൊക്കോണം. എഞ്ചിനീയർമാരുടെ ഇത്രയും ഭാഷയൊക്കെ എനിക്ക് അറിയുള്ളൂ. ബൂസ്റ്റർ റോക്കറ്റ് ഇതൊക്കെ ഏകദേശം പറയാൻ അറിയാമെന്നുള്ളതാണ്. അതിൽ കൂടുതൽ പാരാബോളിക് പാത്ത് എന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഓർബിറ്റിൽ എത്തിക്കൊള്ളുക. ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ അവിടുന്ന് നമ്മുടെ ഗ്രോത്ത് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ഫ്ലോയിൽ പോകുള്ളൂ. ഓർബിറ്റിൽ എത്തിയില്ലെങ്കിൽ കടലിൽ പോയാൽ പിന്നെ ആരും അന്വേഷിക്കുകയില്ല. ലൈഫിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പോയിരുന്ന നാട്ടിൽ മുന്നിൽ എത്തിയാൽ പിന്നെ ആരും അന്വേഷിക്കുകയില്ല. പിന്നെ എവിടാണോ എന്താണോ ഒന്നും ചിലപ്പോൾ അന്വേഷിക്കില്ല. പക്ഷെ നമ്മൾ ഒരു പൊസിഷനിൽ എത്തിയാൽ അത് നേരത്തെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ MP സൂചിപ്പിച്ചു, ഇന്നത്തെ സമൂഹത്തിൽ വ്യക്തിയെ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ അങ്ങനെ രാഷ്ട്രീയം പ്രസ്ഥാനം രാഷ്ട്രം അതിലൂടെ വ്യക്തിയെ ശ്രദ്ധിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അഥവാ നിങ്ങളെ അലക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നിങ്ങളുടെ കളറ്, സൗന്ദര്യം, പൊക്കം, വണ്ണം, വർഗം, ജാതി, മതം, വന്ന സ്ഥലം, ഫിനാൻഷ്യൽ കണ്ടീഷൻ എല്ലാത്തിനും ഒറ്റ സൊല്യൂഷനും ഉണ്ട്. നമ്മുടെ ഗവൺമെന്റ് പോലെ എല്ലാത്തിനും പാരസിറ്റമോൾ എന്ന് പറഞ്ഞ മാതിരി ഒറ്റ സാധനമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ സാധനം സെറ്റ് ചെയ്തു. നിങ്ങളുടെ ലൈഫിൽ സെറ്റായ നമ്മളെ ചൊരിഞ്ഞ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ നമ്മളെ തേടി വരും. അതാണ് അതിന്റെ ഏറ്റവും രസമുള്ള സംഗതി. ഇവരൊക്കെ വന്ന് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും. പണ്ട് നമ്മൾ എടുത്തത് നമ്മൾ അവരെ എഴുതിക്കുന്ന മൂത്രമൊഴിച്ച കഥയൊക്കെ പറയും. നമ്മളെ വഴി നീളെ ചൊറിഞ്ഞവരായിരിക്കും ഇവര്. അപ്പൊ ഉണ്ടാകുന്ന ഒരു കിക്കുണ്ടല്ലോ, അതായത് നേരത്തെ പറഞ്ഞ മറ്റേ സാധനം മേടിച്ച് കിട്ടുകയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് നിങ്ങൾ പേഴ്സണലി ഒരു സക്സസിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തണം. പിന്നെ അവിടെ നിങ്ങളങ്ങ് ബൗൺസ് ചെയ്ത് പൊക്കോളും.
നമുക്ക് ഈ ചെരിഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നം കാര്യമെന്ന് അറിയുമോ? ഞങ്ങൾക്കൊന്നും സ്വന്തമായിട്ട് പന്ത് മേടിച്ച് കളിക്കാൻ പറ്റത്തില്ല. ഒരു 6 അടിച്ചാൽ പിന്നെ ഇത് പോയി നിൽക്കുന്നത് ആറ്റിലായിരിക്കും. പിന്നെ പന്ത് തപ്പിപ്പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഈ ചെരിവ് കാരണം ഇത് വീണ്ടും 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 അങ്ങ് പോകും. അതവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ആ ഒരു പാത്തിൽ കയറി ഇരുന്ന് കൊടുത്താൽ മതി സക്സസിന്റെ. പിന്നെ അവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ടൊക്കെയോ തെളിച്ചങ്ങ് പൊക്കോളും. പക്ഷെ അവിടെ കയറിയില്ലെങ്കിൽ നമ്മൾ പോയി. അതിന് വേണ്ടിയാണ് ഈ ഒരു 3-4 വർഷം നിങ്ങൾ ഒന്ന് സ്ട്രഗിൾ ചെയ്താൽ, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, ഒന്ന് ഫോക്കസ്ഡ് ആയാൽ, കുറച്ച് ഡിസ്ട്രാക്ഷൻ ഒക്കെ മാറ്റി വെച്ചാൽ, ഇത് വ്യക്തിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കണക്ട് ചെയ്ത് 10 വർഷം കഴിഞ്ഞ ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴേ അങ്ങനെ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ എന്റെ സിവിൽ സർവീസ് പാസ്സായി പോയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. എന്റെ ബാച്ചിൽ ഓൾ ഇന്ത്യ 140 പേരുടെ ബാച്ചാണ് എന്റെ IRS ബാച്ച് 2010. അന്ന് രണ്ട് IAS കാരുണ്ട്, ഞങ്ങൾ 3 IRS കാരുണ്ട്. ടോട്ടൽ 950 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഓൾ ഇന്ത്യ ഉണ്ടായിരുന്നത്. എന്റെ റാങ്ക് 350 ആയിരുന്നു. അതിൽ ഭൂരിഭാഗവും IIT എഞ്ചിനീയേഴ്സ് ആണ്. ഇന്നും IIT, IIM, ബിറ്റ്സ് പിലാനി, SPJ. ഞാൻ പറയാൻ കാര്യം, ഞാൻ പല സെന്റ് തോമസ് കോളേജിൽ പഠിച്ചതാണെങ്കിലും BCom ആണ് പഠിച്ചതെങ്കിലും ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന എന്റെ ഒപ്പം ഇരിക്കുന്ന ആൾക്കാർ അതങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും പോയി എന്ന് വെച്ച് റിക്കവർ ചെയ്യാനോ റിവൈവ് ചെയ്യാനോ സമയമില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല. ആരോ പറഞ്ഞതുപോലെ മരിച്ച ആളെ ജനിപ്പിക്കുന്ന ഒഴിച്ച് ബാക്കിയല്ല ഈ ലോകത്ത് പോസിബിളാണ്. ഇമ്പോസിബിൾ എന്ന് പറയുന്ന സാധനമില്ല. പിന്നെ ഈ സിനിമയിലൊക്കെ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണോ നമ്മൾ പല ഹീറോസിനെയും ആരാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിലും നമുക്ക് റോക്കി ഭായിയെ കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വാഹിന് നിങ്ങൾ തിരിച്ചെത്തണമെങ്കിൽ, നിങ്ങൾക്ക് ലൈഫിൽ അത് അനുഭവിക്കണമെങ്കിൽ, നമ്മളൊന്നും വല്ലവരെ ആരാധിച്ചിരുന്നു വല്ലവരുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ വാങ്ങിച്ചിരുന്നാൽ പോലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വേണ്ട. ഞാനും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തൊരു ഫീൽ, അത് ഒരു വല്ലാത്ത ഫീലാണ്. അപ്പൊ ആ ഒരു ഫീൽ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ആ നേരത്തെ പറഞ്ഞ സാധനം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഡിസ്ട്രാക്ഷനിൽ പോയത് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക ഈ ഒരു 3-4 ഇയേഴ്സ്. അപ്പൊ ഇനി നിങ്ങൾ പഠിച്ച് ഇപ്പൊ നടക്കുന്ന ആൾക്കാരോട് ഇതിനുള്ള എന്തൊന്നും പറയാനില്ല, ഓവറാക്കിയില്ല ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ഈശ്വരന്റെ എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ. നിങ്ങളുടെ പേരൻസിന് അഭിമാനമായിട്ട്, ഈ പൂഞ്ഞാറിന് അഭിമാനമായിട്ട്, പ്രിൻസിപ്പൽ അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ വേദികളിലൊക്കെ നിങ്ങൾ ഇതുപോലെ 4 കുട്ടികളെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കണം. നിങ്ങൾ ഏത് മേഖലയിൽ എത്തിയാലും അവിടെ എല്ലാം, ഏത് മേഖലയിൽ എത്തിയാലും അവിടെ എക്സൽ ചെയ്യാന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഇപ്പം ഒരു 3-4 വർഷം ഫോക്കസ് ആയിട്ട് പിടിച്ചു നമുക്ക് എവിടെയും എത്താം, അത് മനസ്സിൽ വെച്ചോളൂ. അപ്പം once again all the very best and thanks for inviting me, thanks for having me here once again. എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ്. ഇനിയും ഇതിങ്ങനെ വലുതായി ഒരുപാട് കെട്ടിടങ്ങളുള്ള വലിയ ക്യാമ്പസ് ആയിട്ട് മാറട്ടെ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടുത്തതായി നമ്മുടെ പ്രത്യേക